ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോഴൊരു സീനാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കണ്ടത് നെഞ്ഞി പൊട്ടണൊരു സീനാണ് കേട്ടോ. തമാശ പറഞ്ഞതാണ്. നെഞ്ഞി പൊട്ടാൻ വെച്ചത് ആരോ ടൂറ് പോകാനുള്ളതാണ്. അപ്പോൾ ടൂറ് പോണ വണ്ടി കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു വികാരമാണ് കേട്ടോ. നമുക്കും പോയാലോ, എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ടൂറ് പോകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു സംഗതിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ടൈം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് നേരെ വെളുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വരെ, ഇതിൻ്റെ ഒരു 2 ദിവസം മുന്നേ വരെ 5:30 ആയിട്ടുണ്ടെങ്കിലും നല്ല ഇരുടായിട്ടാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ. അത് നല്ല അടിപൊളി വ്യൂ ചെയ്യുന്നു കേട്ടോ. ആ ഒരു പിന്നെ ഞാറ് നട്ടിട്ടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് ചുവന്ന മണ്ണൊക്കെ ഇട്ടപ്പോൾ നമ്മൾ രാത്രി ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പച്ചയും ചുവപ്പും ഒക്കെ കൂടി കളറായിട്ട് ഇങ്ങനെ പാടങ്ങനെ നിരന്ന് കിടക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ ആലോചിക്കട്ടോ, ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഒരു സ്ഥിതി, നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ എത്ര നല്ല കാഴ്ചകളാണ് മിസ്സായി പോകുന്നത്. അങ്ങനെ പിന്നെ റോട്ടിലെത്തിയപ്പോഴേക്ക് നേരം വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ നേരം വെളുത്തിട്ട് നടക്കാമെന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കുറേ ആൾക്കാരുണ്ടാവും. രാവിലെ പല ഭാഗത്തും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഇരുട്ടാകുമ്പോൾ തന്നെ നടക്കണം കേട്ടോ, ഏറ്റവും നല്ല. പിന്നെ നടന്നു പോകുമ്പോൾ നല്ല മസാല ദോശൻ്റെ സ്മെല്ലൊക്കെയാണ് കേട്ടോ. റോഡ് സൈഡിലുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടുന്ന് മറ്റേ ഈ പിന്നെ പാട്ടും കേൾക്കുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ മദ്രസയിൽ പോകുമ്പോഴേ രാവിലെയൊക്കെ പോകുമ്പോൾ അമ്പലത്തിൽ നിന്ന് മറ്റേ നമ്മളെ കൗസല്യ സുപ്രഭാതം എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. രസമാണ്, നല്ല രസമാണ്. അതും കേട്ട് ഇങ്ങനെ മദ്രസയിൽ പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മ വന്നേ, ആ രാവിലത്തെ പാട്ടൊക്കെ. ഇത് പിന്നെ സ്ക്രീനിൽ നോക്കുമ്പോൾ നല്ല ഫ്ലവറായിട്ട് നല്ലൊരു ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫോണിലേക്ക് അത്ര ഒരു കളർ അങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ നടന്നപ്പോൾ രാവിലെ തന്നെ പിന്നെ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇതാണ്. കാരണം വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് എങ്ങോട്ടാണ് രാവിലെ ഫോണും പിടിച്ചിട്ട് ക്യാമറ ഓണാക്കി ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുക. അതായത് ക്യാമറ ഇങ്ങനെ ഷെയ്ക്കായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചവും വെച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ടൈം മാറ്റും. കാരണം 5 മണിക്ക് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നടക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രീ ആയിട്ട് നടക്കുന്നതാണല്ലോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇതില്ലാത്ത പോലെ, ഒരു എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റാത്ത പോലെയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് 5 മണിക്ക് നടക്കണം. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാനിവിടെ വന്നേരം കേട്ടോ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഒറ്റക്കണ്ടെന്നൊക്കെ എന്നുള്ളത്. കുറേ സ്ഥലപ്പേരൊക്കെ ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ഒരു പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഈ ഒറ്റക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ നാട്ടിലെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഴയും ജാനേക്കാട് എന്ന് പറഞ്ഞ പുഴയൊക്കെ ഉള്ളത്. നമ്മളെ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം 2 ഭാഗത്തും നല്ല ചിരിച്ചിട്ട് 2 പാർട്ടിൻ്റെയും സ്ഥാനാർത്ഥികൾ നല്ല വെൽക്കം ചെയ്ത് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് ഫീലാണ് കാണുമ്പം തന്നെ. 2 കൂട്ടരും നല്ല ചിരിച്ച് അടിപൊളിയായിട്ട് നിൽക്കണം. ഇപ്പോൾ ഞങ്ങൾ 3 ആളാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നാസർക്ക് കൂടെ വരാമെന്ന് പറയുന്നു. പക്ഷേ അവരെ കൂടെ ഒന്നും നടന്നാൽ നമ്മൾ എത്തില്ല, ഓടലാണ് കേട്ടോ. ഒറ്റ പ്രാവശ്യമേ ഞാൻ പോയിട്ടുള്ളൂ. അതോ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ 10 ദിവസത്തേക്ക് ഓടി അല്ല നടന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കട്ടെ, ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്കൊക്കെ പോകല്. അപ്പോഴേക്കും നല്ല കിളികളെ സൗണ്ടൊക്കെ കൂടിയിട്ടായിരിക്കും.